മനുവേൽ മനോഹരനേ നിൻമുഖം അതിരമണീയം തിരുമുഖ ശോഭയിൽ ഞാൻ അനുദിനം ആനന്ദിച്ചിടും. ഇയ്യോബ് 14:17 എൻ്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു, എൻ്റെ അകൃത്യം നീ കെട്ടിപ്പറ്റിച്ചിരിക്കുന്നു. ഈ വാക്യത്തിൽ ഒരുവന്റെ പാപം സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന 2 പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന് അതിക്രമം, അവയെ സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും പാപം വെവ്വേറെ എഴുതി ഒരു സഞ്ചിയിലാക്കി വായ് മൂടിക്കെട്ടി മുദ്രയിട്ട് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു. 2 അകൃത്യം, ഇത് കെട്ടിപ്പറ്റിച്ചിരിക്കുന്നു അഥവാ അവയോട് തുന്നിച്ചേർത്തിരിക്കുന്നു. ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന പാപങ്ങൾ ന്യായവിധി ദിവസത്തിൽ എടുത്തുകൊണ്ടുവന്ന് തെളിവോടുകൂടി ആയിരിക്കും ന്യായവിസ്താരം നടത്തുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗത്തിൽ വിശ്വസിക്കുന്ന ഒരുവന്റെ പാപങ്ങൾ ഇനി ഒരിക്കലും ഉയർന്നു വരാത്ത വിധം സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ദൈവം ഇട്ടുകളയുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു പാപപരിഹാരം ഇന്ന് ലഭ്യമായതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരാധിക്കാൻ നമുക്ക് ദൈവപിതാവിനെ ഈ നല്ല കർത്തൃദിനത്തിൽ. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അടിയങ്ങളുടെ പാപങ്ങൾ ആഴിയുടെ ആഴങ്ങളിൽ എറിഞ്ഞു കളഞ്ഞതിന് നന്ദി. ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം ധ്യാനിച്ചുകൊണ്ട് ഇന്ന് അങ്ങയെ ആരാധിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.